എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ഇപ്പൊ നമ്മുടെ ആൾക്കാർ അവരാണെങ്കിൽ ആ നേവിക്കാരെ കണ്ട് പേടിച്ച് സബ്മറിയൻ ആ ഗുഹയിലേക്ക് കയറ്റി ഗുഹയുടെ മിന്യൂട്ടായ ഭാഗത്തൂടെ അവരവരുടെ സബ്മറിയൻ കടത്തിവിട്ടു. പക്ഷെ ആ ജയന്റ് സബ്മറിയൻ നേവിക്കാരുടെ ജയന്റ് സബ്മറിയന് അതുവഴി കടന്നു പോകാനായിട്ട് കഴിഞ്ഞില്ല. നമ്മുടെ ആൾക്കാരാണെങ്കിൽ അവർ രക്ഷപ്പെട്ടു എന്ന് കരുതി ഹാപ്പി ആയിട്ട് ഇരിക്കുമ്പോഴായിരിക്കും അവർക്ക് വമ്പൻ ട്വിസ്റ്റ് കൊടുത്തുകൊണ്ട് ആ ജയന്റ് സബ്മറിയനിൽ നിന്ന് നേവിക്കാര് രണ്ട് ചെറിയ സബ്മറിയനിലൂടെ പുറത്തേക്ക് വരിക. അവറ്റകളാണെങ്കിൽ നമ്മുടെ ആൾക്കാരെ പിടിക്കാനായിട്ട് നല്ല സ്പീഡിൽ നമ്മുടെ ആൾക്കാരെ ഫോളോ ചെയ്തു വരും. ഇവിടെ ബുൽമിയാണെങ്കിൽ ആ കാഴ്ച കണ്ട് ഉച്ചത്തിൽ നിലവിളിക്കും, ഓ നോ, അവർ നമ്മുടെ പിന്നാലെ തന്നെയുണ്ട്. അവരുടെ കയ്യിൽ ഈ വലിയ ടോർപിഡോസും മിസൈൽസും ഒക്കെ ഉണ്ട്. ഇത് നമ്മളുടെ സബ്മറീനിൽ പതിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്മറീൻ മുഴുവനായിട്ടും തകർന്ന് നമ്മളെല്ലാവരും ഈ വെള്ളത്തിൽ മുങ്ങി മരിക്കും. മൊട്ടപ്പ, നീ എത്രയും സ്പീഡിൽ മുൻപോട്ടേക്ക് പോ, ഒരു കാരണവശാലും അവർക്ക് പിടികൊടുക്കാൻ പാടില്ല. അതിന് മൊട്ടപ്പനാണെങ്കിൽ ഞാൻ എൻ്റെ ബെസ്റ്റ് കൊടുക്കുന്നുണ്ട്, മാക്സിമം സ്പീഡിൽ തന്നെയാണ് ഇത് കൊണ്ടുപോകുന്നതെന്ന് പറയും. അതേസമയം ആ നേവി സോൾജിയർ ആണെങ്കിൽ ഇപ്പോൾ ബ്ലൂവിനോട് പറയും, നമുക്ക് എന്തുകൊണ്ട് മിസൈൽസ് ഉപയോഗിച്ച് അവരെ അറ്റാക്ക് ചെയ്തുകൂടാ. അതിനാ ബ്ലൂ പറയും, നമ്മൾ വെറുതെ നമ്മുടെ മിസൈൽസ് പാഴാക്കേണ്ട ആവശ്യമില്ല. ഈ സബ്മറീൻസ് ഉപയോഗിച്ച് അവരുടെ സബ്മറീൻ അത് ആ ഭിത്തിയിലെടുപ്പിച്ച് തകർത്ത് കളയണം. അങ്ങനെയാണെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് അവരെ തകർക്കാൻ പറ്റും. അങ്ങനെ സീൻ കട്ട് ചെയ്ത ഹെഡ് ക്വാർട്ടേഴ്സ് കാണിക്കും. അവിടെ ജനറൽ ആളാണെങ്കിൽ ഈ ഇൻഫർമേഷന് വേണ്ടി അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഉടനെ ഒരു അസിസ്റ്റന്റ് സോൾജിയർ അവിടേക്ക് വന്ന് നടക്കുന്ന എല്ലാ കാര്യങ്ങളും പറയും. ക്യാപ്റ്റൻ ബ്ലൂവും ടീമും ആ ഗോകുവിന്റെയും പിന്നാലെ പോയിരിക്കുകയാണ്. എത്രയും വേഗം അവരെ തകർക്കുമെന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. അതുപോലെ തന്നെ ബാക്കിയുള്ള സോൾജിയേഴ്സ് അവര് സയന്റിസ്റ്റിനെ തേടി ആളുടെ വീട്ടിലേക്ക് പോയി കഴിഞ്ഞു. അവിടെ ആ ഗോകു പയ്യൻ കളക്ട് ചെയ്ത 2 ഡ്രാഗൺ ബോൾ ഉണ്ട്. എത്രയും വേഗം ആ സയന്റിസ്റ്റുമായിട്ട് അവരിവിടേക്ക് എത്തും. മാത്രമല്ല ആളെ പ്രൊട്ടക്ട് ചെയ്യുന്നത് വയസ്സൻ ആമയും ലോഞ്ച് എന്നു പേരുള്ള ഒരു പെൺകുട്ടിയാണ്. തീർച്ചയായിട്ടും അവർ നമുക്ക് ഒരു വലിയ ഇരയല്ല. അവരെ തോൽപ്പിച്ച് അദ്ദേഹമായിട്ട് അവരിവിടേക്ക് എത്തും. അത് കേട്ട് ആ ജനറലിന് ഭയങ്കര സന്തോഷം. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത ക്യാപ്റ്റൻ റോഷിയെ കാണിക്കും. ആളാണെങ്കിൽ ഒരുപാട് നിരാശയിൽ അങ്ങനെ ഇരിക്കുകയാണ്. ആദ്യം ഒളിഞ്ഞു നോക്കാൻ പോയി ബാത്റൂമിൽ വീണതും അതിനുശേഷം ആ വാക്വം ക്ലീനറിനുള്ളിൽ പോയതും അങ്ങനെ എല്ലാ കാര്യങ്ങളും. ഇത്തവണ ഇത് മിസ്സാവാനായിട്ട് പാടില്ല എന്ന് പറഞ്ഞ് ആളാണെങ്കിൽ ബാത്റൂമിലേക്ക് പോയി ലോഞ്ചിന് കുളിക്കാനുള്ള ഹോട്ട് വാട്ടർ ഒക്കെ സെറ്റ് ചെയ്യും. അതിനുശേഷം ഒരു സെക്കൻഡ് ഇമാജിൻ ചെയ്യുകയാണ് അവളുടെ ന്യൂഡ് കാണുന്നതായിട്ട്. മാസ്റ്റർ റോഷിക്കാണെങ്കിൽ തന്റെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ കഴിയില്ല. മൂക്കിലൂടെ ബ്ലഡ് വന്ന് ഒരു വിധത്തിൽ അത് കൺട്രോൾ ചെയ്യും. അതിനുശേഷം വീണ്ടും അവളുടെ അടുത്തേക്ക് വരികയാണ്. അവളാണെങ്കിൽ കാര്യമായിട്ട് എന്തൊക്കെയോ കുക്ക് ചെയ്തുകൊണ്ടിരിക്കും. മാസ്റ്റർ ആണെങ്കിൽ അവളോട് പറയും, ഇപ്പൊ നീ ചെയ്യേണ്ടത് കുക്കിംഗ് അല്ല, നീ വളരെ ടയർഡാണ്, ഒരു ബാത്ത് അത് നിനക്ക് അത്യാവശ്യമാണെന്ന് പറയും. അവളാണെങ്കിൽ ക്യാപ്റ്റനോട് പറയും, അയ്യോ വേണ്ട, ഞാൻ അല്പം മുൻപ് കുളിച്ചതാണ്, എനിക്കിപ്പോൾ കുക്ക് ചെയ്യണം, അതിനുശേഷം മാത്രമേ ഞാൻ കുളിക്കുകയുള്ളൂ. പക്ഷേ മാസ്റ്റർ അവളെ നിർബന്ധിക്കും. അടുത്ത നിമിഷം ലോഞ്ച് ആണെങ്കിൽ ആഞ്ഞു തുമ്മുവാണ്. ഞൊടിയിടയിൽ അവളിപ്പോ ആ മോൺസ്റ്റർ ലേഡി ആയിട്ട് വരും. അവളാണെങ്കിൽ ഇപ്പൊ മാസ്റ്ററിനെ തള്ളി മാറ്റും. സത്യം പറയും, നീ ആരാ, നീ എന്തിന് എന്റെ വീട്ടിലേക്ക് വന്നു? അതിന് മാസ്റ്റർ പറയും, ഇത് നിന്റെ വീടല്ല, എന്റെ വീടാണ്. നീ ഈ ബീച്ച് കാണാനും കാഴ്ചകൾ ആസ്വദിക്കാനും മസാജിനും ഒക്കെ വേണ്ടിയാണ് ഇവിടേക്ക് വന്നത്. അത് കേട്ടാണെങ്കിൽ അവൾക്ക് ഭയങ്കര അത്ഭുതം. ഓ ആണോ, അങ്ങനെയെങ്കിൽ എനിക്കിപ്പോ നല്ല ബാക്ക് പെയിൻ ഉണ്ട്, നീ എന്റെ ബാക്കിൽ ഒന്ന് മസാജ് ചെയ്ത് തരാൻ പറയും. അത് കേട്ട് അപ്പാപ്പനാണെങ്കിൽ ഭയങ്കര സന്തോഷം. ആള് ബല്ലിയെന്തോ റോക്കറ്റ് വിട്ട സന്തോഷത്തില് അവളുടെ ബാക്ക് സൈഡും ഷോൾഡറും എല്ലാം തന്നെ മസാജ് ചെയ്ത് കൊടുക്കും. അതിനുശേഷം ആവശ്യമില്ലാത്ത ചില സ്ഥലത്തേക്ക് കൈ ഓടിക്കാനായിട്ട് ശ്രമിക്കും. കലി ഇളകിയ ലോഞ്ച് അവളുടെ ഗണ്ണെടുത്ത് പോയിന്റ് ചെയ്ത് അച്ചറം പൊച്ചറം മാസ്റ്ററിനെ ഷൂട്ട് ചെയ്യും. ഇവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ആ നേവി സോൾജിയേഴ്സ് അവരെല്ലാവരും പരസ്പരം ഇൻസ്ട്രക്ഷൻസ് കൊടുത്ത് ഓൾമോസ്റ്റ് ക്യാപ്റ്റൻ റോഷിയുടെ വീട്ടിലേക്ക് അടുത്തു കഴിഞ്ഞു. കട്ട് ചെയ്ത ഇവിടെ നമ്മുടെ ലോഞ്ച് പെണ്ണ് അവളാണെങ്കിൽ ഇപ്പോഴും ആ മോൺസ്റ്റർ വേഷത്തിൽ അങ്ങനെ ഇരിക്കുകയാണ്. അവള് കലിപ്പില് ക്യാപ്റ്റൻ റോഷിയോട് അവൾക്ക് കഴിക്കാൻ ഫുഡ് കൊണ്ടുവരാനായിട്ട് പറയും. അത് കേട്ട ആളും അവൾക്ക് ഇഷ്ടപ്പെട്ട ഫുഡൊക്കെ ഉണ്ടായിക്കൊണ്ടുവരും. അവൾ ആ ഫുഡിലേക്ക് ഒന്ന് നോക്കും. ഇത് കാണാൻ നല്ല ഭംഗിയുണ്ട്, ഇത് കഴിച്ചതിന് ശേഷം ഞാൻ ബാക്കി പറയാമെന്ന് പറഞ്ഞ് അവൾ ട്രൈ ചെയ്യും. പക്ഷെ അവൾക്കാണെങ്കിൽ അതിന്റെ ടേസ്റ്റ് ഒട്ടും ഇഷ്ടാവില്ല. ക്യാപ്റ്റൻ റോഷിയോട് അതൊരല്പം ട്രൈ ചെയ്യാൻ പറയും. അതിന്റെ ടേസ്റ്റ് മോശമാണെന്നറിഞ്ഞ ക്യാപ്റ്റൻ ആണെങ്കിൽ പേടിക്കും. അവൾ അടുത്ത നിമിഷം ഗണ്ണെടുത്ത് വീണ്ടും ക്യാപ്റ്റൻ നേരെ പോയിന്റ് ചെയ്യും. ക്യാപ്റ്റൻ അവളുടെ കാലിൽ വീണ് കെഞ്ചും, ദയവ് ചെയ്ത് നീ അഗ്രസീവ് ആവരുത്, എനിക്ക് ഒരു ചാൻസ് കൂടെ തരണം, എത്രയും വേഗം ഞാൻ നല്ല ഫുഡ് ഉണ്ടാക്കി നിനക്ക് കൊണ്ടുവന്ന് തരാം. അവളാണെങ്കിൽ അതൊന്നും കേൾക്കാൻ നിൽക്കാതെ ആളെ ഷൂട്ട് ചെയ്യാൻ ശ്രമിക്കും. അടുത്ത നിമിഷം ആമയാണെങ്കിൽ ഒരു ഇല അവൾക്ക് നേരെ നീട്ടി അവളെ തുമ്മിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. അടുത്ത നിമിഷം അവളാണെങ്കിൽ ആഞ്ഞു തുമ്മി ബാക്ക് ടു നോർമലായി മാറുകയാണ്. അതിനുശേഷം അവൾ ക്യാപ്റ്റൻ റോഷിയോട് ഇപ്പൊ സോറി പറയും. അപ്പോഴായിരിക്കും ആ നേവിക്കാരുടെ ഹെലികോപ്റ്റേഴ്സ് അവിടേക്ക് വരുന്ന ശബ്ദം നമ്മുടെ ആൾക്കാർ ശ്രദ്ധിക്കുക. ആമയാണെങ്കിൽ ഇപ്പൊ മാസ്റ്ററിനോട് പറയും, ഒരുപാട് ഗസ്റ്റ് ഇന്ന് ഇവിടേക്ക് വരുന്നുണ്ട്. അത് കേട്ട് അപ്പാപ്പനും പുറത്തേക്ക് ഇറങ്ങി നിൽക്കും. ഹെലികോപ്റ്ററിലുള്ള നേവി സോൾജിയേഴ്സ് ആണെങ്കിൽ ആ വീട് കറക്റ്റ് ആയിട്ട് പോയിന്റ് ചെയ്ത് അവിടെ ലാൻഡ് ചെയ്യുകയാണ്.
അപ്പാപ്പനാണെങ്കിൽ ആമയോട് പറയും ഇന്ന് ഒരുപാട് ഗസ്റ്റുകളുണ്ട്, സോ അധികം ഫുഡ് നമ്മൾ കരുതിയേ പറ്റൂ, നീ ഈ കാര്യം ലോഞ്ചിനെ അറിയിക്കണം. അടുത്ത നിമിഷം ആ സോൾജേഴ്സ് അവർ ടെററായി അവിടേക്ക് കടന്നു വരികയാണ്. ആ നേവിക്കാരാണെങ്കിൽ ഇപ്പൊ മാസ്റ്റർ അടുത്തേക്ക് വരും. ഞങ്ങൾ ഇവിടേക്ക് വന്നത് നിങ്ങൾ അറസ്റ്റ് ചെയ്യാനാണ്. നിങ്ങളുടെ കയ്യിലുള്ള ആ ഡ്രാഗൺ ബോൾസ് അത് ഞങ്ങൾക്ക് തരണം. അപ്പാപ്പനാണെങ്കിൽ ഒന്നും മനസ്സിലാവില്ല. ആണെങ്കിൽ ഞൊടിയിടയിൽ ആ വീട് മുഴുവൻ റൗണ്ട് ചെയ്യാണ്. സോൾജിയർ ആണെങ്കിൽ വീടിന്റെ അകത്തേക്ക് പോയി നമ്മുടെ ലോഞ്ച് പെണ്ണിനെ അവളെ ഗൺ പോയിന്റിൽ നിർത്തി പുറത്തേക്ക് കൊണ്ടുവരും. മറ്റൊരു സോൾജിയർ ആണെങ്കിൽ ആ ആമയെ അടിമുടി പരിശോധിക്കുകയാണ്. ഞാൻ ഈ ആമയെ പരിശോധിച്ചു, അൺയൂഷ്വൽ ആയിട്ട് ഒന്നും തന്നെ ഇതിന്റെ ബോഡിയിലില്ല. മിസ്റ്റർ റോഷിക്കാണെങ്കിൽ ഭയങ്കര കൺഫ്യൂഷൻ. സത്യത്തിൽ നിങ്ങൾക്ക് എന്താ വേണ്ടേ? നിങ്ങൾ ഇവിടേക്ക് വന്ന ഗസ്റ്റ് അല്ലേ? അതിനാ സോൾജിയർ പറയും, ഞങ്ങൾക്ക് വേണ്ടത് നിങ്ങളെയും നിങ്ങൾ ആ കൊച്ചു പയ്യൻ ഉണ്ടാക്കി കൊടുത്ത ആ ഒരു റഡാറും അതുപോലെ തന്നെ ആ 2 ഡ്രാഗൺ ബോളുമാണ്. അത് ഞങ്ങൾക്ക് കിട്ടിയേ പറ്റൂ. മാസ്റ്റർ റോഷിയാണെങ്കിൽ വണ്ടർ അടിക്കും, ഡ്രാഗൺ ബോളോ അങ്ങനെയൊന്നും ഇവിടെ ഇല്ല. അത് കേട്ട് ലോഞ്ച് പറയും, ചിലപ്പോൾ ബൊൽമയുടെ ബാഗ്, അതിനെക്കുറിച്ചായിരിക്കും ഇവർ സംസാരിക്കുന്നത്. സോൾജിയർ ആണെങ്കിൽ പല്ല് കടിച്ച് ഇപ്പൊ നമ്മുടെ അപ്പാപ്പനോട് പറയും, മര്യാദയ്ക്ക് അതെനിക്ക് താ, അതല്ല എങ്കിൽ നിങ്ങളെല്ലാം തല്ലിക്കൊല്ലൂന്ന് പറഞ്ഞ് അവനാണെങ്കിൽ അറ്റാക്ക് ചെയ്യാനായിട്ട് തുടങ്ങും. അടുത്ത നിമിഷം നമ്മുടെ മാസ്റ്റർ റോഷി ആള് ചാടി വന്ന് അവനെ പഞ്ച് ചെയ്ത് തെറിപ്പിക്കും. ഇതുകൊണ്ടായിരുന്ന സോൾജിയേഴ്സിനെ എല്ലാം തന്നെ പഞ്ച് ചെയ്തും ചവിട്ടിയും അങ്ങനെ താഴേക്കിടും. ഒരു സോൾജിയർ ആണെങ്കിൽ മാസ്റ്റർ റോഷിയെ അച്ചറം പൊച്ചറ ഷൂട്ട് ചെയ്യും. മാസ്റ്റർ ആണെങ്കിൽ ആ ബുള്ളറ്റ് എല്ലാം തന്നെ തട്ടിത്തെറിപ്പിക്കുകയാണ്. ആ ഗ്യാപ്പിൽ മറ്റൊരു സോൾജിയർ ഇപ്പോ ലോഞ്ച് പെണ്ണിനെ പിടിച്ചു വലിച്ച് അങ്ങനെ മടക്കി ലോക്ക് ചെയ്തിരിക്കുകയാണ്. അവളുടെ തലയിൽ ഒരു ഗണ്ണ് പോയിന്റ് ചെയ്ത് ഇപ്പൊ അവൻ ദേഷ്യപ്പെട്ട് പറയും, മര്യാദയ്ക്ക് ഞാൻ പറയുന്നത് കേൾക്ക്, അതല്ല എങ്കിൽ ഇവളെ കൊന്നു തള്ളും. മാസ്റ്റർ ആണെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കും. പക്ഷെ ആ സമയം നമ്മുടെ ആമക്കുട്ടനാണെങ്കിൽ ഒരു ബുദ്ധി വെളിച്ചമുണ്ടായി. ഒരു ഇലയെടുത്ത് ഇപ്പോ അവളുടെ മൂക്കിൽ തട്ടും. അടുത്ത നിമിഷം അവൾ അങ്ങനെ ആഞ്ഞു തുമ്മി ആ മോൺസ്റ്റർ ലേഡിയായി മാറും. അടുത്ത നിമിഷം അവൾ ആ സോൾജിയറിനെ കറക്കി നിലത്ത് ആഞ്ഞടിക്കുകയാണ്. പിന്നീട് ഓരോരോ സോൾജിയേഴ്സിനായിട്ട് അവൾ പിടിച്ചു വലിച്ച് തല്ലി കൊല്ലും. എല്ലാവരും ഇടിയും കിട്ടി ഓരോ ഭാഗത്ത് വീണ് കിടക്കുകയാണ്. മാസ്റ്റർ ആണെങ്കിൽ ഇപ്പോൾ അവളെ സമാധാനിപ്പിക്കും, നീ എല്ലാവരുടെയും കഥ കഴിച്ചു, ഇനി ഒരു അല്പ റെസ്റ്റ് നിനക്ക് ആവശ്യമാണെന്ന് പറഞ്ഞ് അവൾ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകും. സോൾജിയർ ആണെങ്കിൽ നൈസായിട്ട് രക്ഷപ്പെടാൻ ശ്രമിക്കും. അത് കണ്ട് അപ്പാപ്പനാണെങ്കിൽ അവനെ നോക്കും. അവൻ വിളിച്ചു പറയും, സത്യത്തിൽ ഞാൻ പുതുതായിട്ടാണ് സോൾജിയർ ആയത്, എനിക്ക് നിങ്ങളെ ഉപദ്രവിക്കണമെന്ന് യാതൊരു ആഗ്രഹവും ഇല്ല. കട്ട് ചെയ്താ ഇവിടെ നമ്മുടെ ആൾക്കാർ അവരാണെങ്കിൽ ആ ചെറിയ സബ്മറീൻസ് രക്ഷപ്പെടാനായിട്ട് നല്ല സ്പീഡിൽ മുമ്പോട്ടേക്ക് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ആ സോൾജിയേഴ്സ് ആണെങ്കിൽ അവരുടെ സബ്മറീൻ ഉപയോഗിച്ച് നമ്മുടെ ആൾക്കാരുടെ സബ്മറീനെ ആഞ്ഞെട്ടിക്കും. പക്ഷെ എന്താ, അടുത്തുണ്ടായിരുന്ന വലിയൊരു പാറ അതങ്ങനെ ഇളകി വന്ന് ആ സോൾജിയേഴ്സ് ട്രാവൽ ചെയ്തിരുന്ന ഒരു സബ്മറീനിൽ ആഞ്ഞെടിക്കും. ആ സബ്മറീൻ ആണെങ്കിൽ പുറകിലുണ്ടായിരുന്ന സബ്മറീനിൽ കൂട്ടിമുട്ടി അവർ സ്റ്റക്കാവും. ആ ഗ്യാപ്പിൽ നമ്മുടെ ആൾക്കാരാണെങ്കിൽ നല്ല സ്പീഡിൽ സബ്മറീൻ പുറത്തേക്ക് കൊണ്ടുവന്ന് സേഫായ ഒരു സ്ഥലത്തേക്ക് എത്തിച്ച് അത് ഓപ്പൺ ചെയ്യും. ബുൽമയാണെങ്കിൽ അവരോട് പറയും, നമ്മളിപ്പോഴും കടലിനുള്ളിൽ തന്നെയാണ് ഉള്ളത്, ഇത് സേഫായ ഒരു സ്ഥലമാണ്. ുവാണെങ്കിൽ ശ്വാസമൊക്കെ വലിച്ചു വിട്ട് റിലാക്സ് ചെയ്യും. ഉടനെ ബുൽമയാണെങ്കിൽ വിളിച്ചു പറയും, നിങ്ങളിത് കാണുന്നില്ലേ, ആ സോൾജിയേഴ്സ് അവർ നമ്മുടെ തൊട്ട് പിന്നാലെ ഉണ്ട്, ഇത്രയും വേഗം ഓടി രക്ഷപ്പെടണമെന്ന് പറഞ്ഞ് ബുൽമയാണെങ്കിൽ പുറത്തേക്ക് ചാടി ഓടും. തൊട്ടു പിന്നാലെ നമ്മുടെ ആൾക്കാർ ഓരോരുത്തരായിട്ട് ഓടുകയാണ്. അടുത്ത നിമിഷം ഗോക്കു ആണെങ്കിൽ നമ്മുടെ ആൾക്കാരെ പിടിച്ചു നിർത്തും. അല്ല, നമ്മൾ എന്തിനാണ് വെറുതെ ഇങ്ങനെ ഓടണേ? നമുക്ക് അവരോട് കാര്യങ്ങൾ സംസാരിച്ചൂടെ? പ്രോബ്ലംസ് നമുക്ക് പറഞ്ഞു തീർത്തൂടെ? അതിന് മൊട്ടപ്പനാണെങ്കിൽ ദേഷ്യപ്പെട്ട് പറയും, നീ എന്തായി പറയണേ, അവർ ദുഷ്ടന്മാരാണ്, നമ്മളെ കൈ കിട്ടിയ അവർ വെറുതെ വിടില്ല. പക്ഷെ ഗോക്കു ആണെങ്കിൽ അവരോട് സംസാരിക്കണം എന്ന് പറഞ്ഞ് അങ്ങനെ നിൽക്കുകയാണ്. അതേസമയം ബുൽമയാണെങ്കിൽ അവനെ വിളിച്ചുകൊണ്ടേയിരിക്കും. മറ്റൊരു ഭാഗത്ത് സോൾജിയേഴ്സ് അവർക്കാണെങ്കിൽ നമ്മുടെ ആൾക്കാർ എവിടെയാണെന്ന് മനസ്സിലാവാതെ മറ്റൊരു വഴിയിലൂടെ ഓടാനായിട്ട് തുടങ്ങും. ഗോക്കു ആണെങ്കിൽ ദൂരത്തായിട്ട് അവർ ഓടുന്നത് അങ്ങനെ നോക്കി നിൽക്കും. അങ്ങനെ സീൻ കട്ട് ചെയ്ത ബ്ലൂവും അവന്റെ അസിസ്റ്റൻസും അവരെല്ലാവരും ഇപ്പൊ റൗണ്ട് ചെയ്ത് നിൽക്കുകയാണ്. ബ്ലൂ ആണെങ്കിൽ അവരോട് പറയും, എനിക്ക് പുതിയ ഇൻഫർമേഷൻ കിട്ടിക്കഴിഞ്ഞു, ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരെ അറസ്റ്റ് ചെയ്യാൻ പോയ നമ്മുടെ സോൾജിയേഴ്സ് എല്ലാവരും ആക്രമിക്കപ്പെട്ടിരിക്കുകയാണ്. സോ നമ്മൾ കരുതിയതുപോലെയല്ല, ഓപ്പണൻസ് വളരെ സ്ട്രോങ് ആണ്. അവർ ചെറിയ കുട്ടികളാണെങ്കിലും അവരുടെ പവർ അത് അൺബീറ്റബിൾ ആണ്. ഒന്നും നോക്കാനില്ല, അവരെ ജീവനോട് കൂടെ പിടിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. എത്രയും വേഗം അവരെ കൊല്ലുക, ഡ്രാഗൺ ബോൾ അത് കൈക്കലാക്കുക. അവരെല്ലാവരും ഓക്കെ പറഞ്ഞ് വീണ്ടും മുൻപോട്ടേക്ക് മൂവ് ചെയ്യും. കട്ട് ചെയ്ത മറ്റൊരു ഭാഗത്ത് നമ്മുടെ ആൾക്കാർ അവർ മുൻപോട്ടേക്ക് നടന്നു വരും. അടുത്ത നിമിഷം ഗോക്കു അവൻ അവിടെ കണ്ട ഒരു സ്വിച്ച് പിടിച്ച് അമർത്തുകയാണ്. അവിടെ മുഴുവൻ ഇപ്പൊ ലൈറ്റ്സ് റൈസപ്പ് ആവും. ബുൽമയ്ക്കാണെങ്കിൽ അത് കണ്ട് ഭയങ്കര ടെൻഷൻ. തീർച്ചയായിട്ടും ഫസ്റ്റ് ടൈം അല്ല ഇവിടേക്ക് ആള് വരുന്നത്. ഇവിടെ ആരൊക്കെയോ വന്ന് എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട്, അതിന്റെ അടയാളങ്ങളാണ് നമ്മൾ ഈ കാണുന്നത്. മറ്റൊരു ഭാഗത്ത് സോൾജിയേഴ്സും ആ ലൈറ്റ്സ് ഒക്കെ കണ്ട് ടെൻഷൻ ആവുകയാണ്. ഇവിടെ ഗോക്കു ആണെങ്കിൽ ഒരു തലയോട്ടി എടുത്ത് ഇപ്പൊ ബുൽമയെയും മൊട്ടപ്പനെയും പേടിപ്പിക്കും. അവരാണെങ്കിൽ ഉച്ചത്തിൽ നിലവിളിച്ച് അതിലേക്ക് ശ്രദ്ധിച്ചു നോക്കും. അത് ആക്ച്വലി ഒരു റിയൽ തലയോട്ടി തന്നെയാണ്. അതിനർത്ഥം ആ മാപ്പിൽ കണ്ട പൈററ്റ്സ് ടീമിന്റെ
കഥ അത് ശരിക്കും ഒറിജിനൽ സ്റ്റോറി തന്നെയാണ്. ഇവിടെ എവിടെയോ അവരുടെ ആ വലിയ നിധിയുണ്ടെന്ന് പറഞ്ഞ് അവർ മുൻപോട്ടേക്ക് നടക്കും. അപ്പൊ ദൂരത്തായി ആ വലിയ നിധി അത് അവർ കാണുകയാണ്. അവർക്കാണെങ്കിൽ അവരുടെ കണ്ണുകളെ വിശ്വസിക്കാനായിട്ട് കഴിയില്ല. അവർ സന്തോഷത്തിൽ തുള്ളിച്ചാടും. ഇനി എത്രയും വേഗം നമുക്ക് ഡ്രാഗൺ ബോൾ കൂടെ കണ്ടെത്തണം. അവിടുന്ന് അങ്ങനെ സൂം ഔട്ട് ചെയ്ത ലോങ് ഷോട്ടിലായിട്ട് ഒരു നേവി സോൾജിയർ, അവനാണെങ്കിൽ നമ്മുടെ ആൾക്കാരെയും അവിടെയുള്ള നിധികളെല്ലാം കണ്ട് അത് ക്യാപ്റ്റൻ ബ്ലൂവിന് റിപ്പോർട്ട് ചെയ്യും. ക്യാപ്റ്റൻ ബ്ലൂവും അത് കേട്ട് ഒരുപാട് ഹാപ്പി ആവുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.